നേരം വെളുത്തു വരുന്നുണ്ട് കേട്ടോ. സമയം രാവിലെ 7 മണി കഴിഞ്ഞു. പതിവ് പോലെ ഫ്രഷ് ആയിട്ട് കിച്ചണിലോട്ട് പോവാണ്. വീക്ക് ഡേ ആണ്. സ്കൂളിലെ ഓഫീസിലൊക്കെ തിരക്കോടുകൂടി വെൽക്കം ബാക്ക് ടു തേർമൽ ഫാമിലി. അങ്ങനെ ആദ്യം വന്ന് പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തലേദിവസം ഡിന്നറിന് നമ്മൾ പൂരി ആയിരുന്നല്ലോ, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ പൂരിയും മഷ്റൂമിന്റെ കുറച്ച് കറി ഉണ്ടാക്കിയത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അങ്കിത്തിന് ടിഫിനിൽ കൊടുത്തു വിടാൻ പോകുന്നത്. പെട്ടെന്ന് ഒന്ന് പൂരി ചുട്ടെടുത്തു. മഷ്റൂമിന്റെ കറി ഒന്ന് ചൂടാക്കി അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. മഷ്റൂം മസാലയുടെ വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ബ്രേക്കിനായിട്ട് ഒരു പഴമാണ് വെക്കുന്നത്. അത് അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് വെച്ചാൽ നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ അങ്കിത്തിന്റെ ടിഫിൻ. പിന്നെ പൂരി ഞാൻ 3 എണ്ണം വെക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം ന്യൂട്ടല്ല തേച്ചാണ് ചുരുട്ടി വെച്ച് കൊടുക്കുന്നത്. അവന് ഒത്തിരി ഇഷ്ടമായി പൂരി ന്യൂട്ടല്ല. അപ്പോൾ 2 എണ്ണം കറി കുട്ടി കഴിക്കും, ഒരെണ്ണം ന്യൂട്ടല്ല കുട്ടി കഴിക്കാൻ. അങ്ങനെ അങ്കിത്തിന് ടിഫിനും വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്കിത്തും റെഡിയാവുകയാണ്, പോകാനുള്ള തിരക്കിലാണ്. അങ്ങനെ സ്കൂൾ തിരക്ക് കഴിഞ്ഞു. അടുത്തതിന് ഓഫീസ് തിരക്കാണ്. രാക്കയും റെഡിയായി ഇറങ്ങുവാണ്. അപ്പൊ നമ്മുടെ സാധാരണ ഒരു നോർമൽ ഡേ തന്നെയാണ്. ഓഫീസും സ്കൂളും എല്ലാവരുടെയും വീട്ടിൽ ഇതൊക്കെ തന്നെയാണല്ലോ, തിരക്കും കാര്യങ്ങളും ഒക്കെ. ഇന്ന് തുണി കഴുകാനായിട്ടില്ല. ബാക്കിയുള്ള എന്റെ പറക്കലും അടുക്കലൊക്കെ കഴിഞ്ഞ് മെയ്ഡ് വന്ന് പോയതിനു ശേഷം ലഞ്ച് ഉണ്ടാക്കാനായിട്ട് കയറണം. കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ച് ബാക്കിയെല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെച്ചപ്പോഴത്തേക്കും മെയ്ഡ് വന്നു. അപ്പോൾ പുള്ളിക്കാരി വന്നിനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പോയതിനു ശേഷം ലഞ്ചിനായിട്ട് കയറണം. मंदिर में लेडीज ज्यादा होती है, बच्चे होते हैं. होली के दिन जिस दिन रंग होता है ना, रंग खेलते हैं, उस दिन मेला लगता है. നമ്മൾ അന്ന് കാണിച്ച ഓർഗാനിക് ക്യാബേജിന്റെ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു തോരൻ വെക്കാന്ന് വിചാരിച്ചു, നമ്മുടെ നാടൻ സ്റ്റൈലിൽ. അതിന് വേണ്ടി കുറച്ച് എണ്ണ ഒരു കടാലിലേക്ക് ഒഴിച്ചിട്ട് കടുകും നമ്മുടെ ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും ഒക്കെ പൊട്ടിച്ച് അതിനുശേഷം നമ്മുടെ ക്യാബേജ് അരിഞ്ഞ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ തേങ്ങ അരപ്പാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കഷ്ണം ചെറിയുള്ളിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ജീരകപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ച് നമ്മുടെ വഴണ്ടി വന്ന ക്യാബേജിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്തു. ക്യാബേജ് തോരൻ റെഡി. പിന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എരി കറി വെക്കാനാണ്. അതിൻ്റെ മെയിൻ താരം നമ്മുടെ കുരുമുളകാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു ഒരു സവാള അരിഞ്ഞ് വഴിച്ചിട്ട് മെയിനായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ കൊടുത്ത് നിർത്തി ആവി മാറി തുറന്നപ്പോൾ നമ്മുടെ എരി കറി റെഡി. ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാട്ടോ ഇത്. പിന്നെ ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹലോ ഹായ്.
അങ്കിത്ത് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മെയിൻ ഈ വർഷത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എക്സാംസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എക്സാം കഴിഞ്ഞാൽ ഓരോ ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവധിയുണ്ട്. ഒരു എക്സാം കഴിഞ്ഞാൽ ഒരു ദിവസം അവധി, ഒരു സമാധാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത 6ാം ക്ലാസ്സിലോട്ടാണ് ഏപ്രിൽ മുതൽ അവൻ പോകാൻ പോകുന്നത്. ഇതുവരെ അസൈൻമെന്റ്സും പ്രാക്ടിക്കൽ സെക്ഷൻസും പിന്നെ ക്ലാസ് ഹോളായിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ നേരത്തെ സ്കൂളിൽ നിന്നും വരാൻ പറ്റുമോ അവന്? 3:30 എന്നുള്ളത് ഒരു 2:30 തിരിച്ചു വരാം. എത്ര പെട്ടെന്നല്ലേ സമയം പോകുന്നേ. ഒരു വർഷം പെട്ടെന്ന് പോയി. അങ്കിത്തിന് കിട്ടിയ മെഡലാട്ടോ. ഞാൻ അന്ന് ഇവനെ ഒളിമ്പ്യാഡ് എക്സാമിന് കൊണ്ടുപോയതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 2 മെഡൽ ഇപ്പം കിട്ടിയിട്ടുണ്ട്, ഇംഗ്ലീഷിൻ്റെയും സയൻസിൻ്റെയും. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഇതുവരെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു സ്കൂളിൽ. അതിന് ശേഷം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവനത് കാണിച്ചു തരുവാണ്. അവൻ ഇന്ന് സ്കൂളിൽ നിന്ന് എത്തുന്നതിന് മുന്നേ തന്നെ മാം എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലത്തെ അസംബ്ലിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ 2 ഗോൾഡ് മെഡൽ ആണ് ഇപ്പോൾ നിലവിൽ കിട്ടിയത്. പിന്നെ അവൻ്റെ ഹെൽത്ത് റിപ്പോർട്ട്, ഒരു വർഷത്തേക്കുള്ള ഒരു ഹെൽത്ത് റിപ്പോർട്ട് ഉണ്ട്. അവരുടെ ഹോസ്പിറ്റൽ പോലെ ഒരു ചെറിയ ക്ലിനിക്ക് പോലെ അവരുടെ എല്ലാം ചെക്ക് ചെയ്തതിൻ്റെയൊക്കെ. അപ്പോൾ അതും ഇന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട്. നമുക്ക് ഈ വർഷം മുഴുവനുള്ള അവൻ്റെ ഒരു ഹെൽത്ത് അവർ ചെക്ക് ചെയ്തതൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. എല്ലാ സ്റ്റുഡൻസിൻ്റെയും അവരിങ്ങനെ ഒരു റിപ്പോർട്ട് കീപ്പ് ചെയ്ത് വെക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നല്ലതാണല്ലോ. പിന്നെ മെഡൽസിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഏരിയൽ ഡിറ്റർജൻറ്റിന് ഓഫർ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചത് 1600 രൂപയായിരുന്നു 4 കിലോയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ. അത് 614 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് അത് വന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അത് 1200 ആയി. അതായത് ഇരട്ടി വീണ്ടും ആയി. എൻ്റെ അമ്മയുടെ സിസ്റ്റർ കലക്കുഞ്ഞയ്ക്കാണ് താങ്ക്സ് പറയേണ്ടത് കേട്ടോ. കാരണം കലക്കുഞ്ഞയാണ് എനിക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും നമുക്ക് കിട്ടി. ഡിന്നറിന് നമുക്ക് ചിക്കൻ കറി ആട്ടോ. അതിനായിട്ട് ഞാനൊരു കടായിൽ എണ്ണ ഒഴിച്ചു. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ടു വഴറ്റി, സവാള ഇട്ട് വഴറ്റി, തക്കാളി ഇട്ട് വഴറ്റി, പിന്നെ പൊടികളൊക്കെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, നമ്മുടെ നാടൻ സ്റ്റൈലിലാണ് വെക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ കുറച്ച് ബോൺലെസ്സും കുറച്ച് ചിക്കൻ കാലും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് വാങ്ങുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് തുറന്നു നോക്കുമ്പോൾ അത് ഓൾറെഡി വെള്ളം ഇറങ്ങി ചിക്കനിൽ നിന്നുള്ളത്. ഇനി അത് തുറന്നിട്ടൊന്ന് ഡ്രൈ ആക്കി നമുക്ക് എടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കൂടെ അപ്പമാട്ടോ. അപ്പത്തിന് ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിട്ട് കലക്കി വെക്കാം. പിന്നെ ഞാൻ അപ്പച്ചട്ടി പുതിയത് വാങ്ങിയത് കാണിച്ചല്ലോ, അത് മെഴുക്കി എടുത്തില്ല. അത് ഇരുമ്പായതുകൊണ്ട് മയക്കി എടുക്കണം. അത് ഇതുവരെ ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് ഇന്നും കൂടെ ഞാൻ കല്ലപ്പം പോലെ നോൺ സ്റ്റിക്ക് പാനിൽ ചുട്ടെടുക്കുക കേട്ടോ. അങ്ങനെ അപ്പത്തിന് ഉപ്പൊക്കെ ഇട്ട് കലക്കിയിട്ട് വേണ്ടേ കല്ലപ്പം പോലെ തന്നെ ചുട്ടെടുക്കുവാണ്. അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല പഞ്ഞി പോലെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ പെട്ടെന്ന് അതും കൂടെ ചുട്ടെടുക്കുവാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും 7:30 കഴിഞ്ഞു. രാക്കേ വന്നു. അപ്പോഴത്തേക്കും അങ്കിത്ത് അച്ഛൻ്റെ നിന്ന് ബാഗൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് മെഡൽ ഇങ്ങനെ വെച്ചിരുന്നായിരുന്നു അച്ഛനെ കാണിക്കാൻ വേണ്ടി. ഓടിപ്പോവാ. അക്ഷമനായിട്ട് അച്ഛൻ എപ്പോൾ വരും എന്ന് വിളിച്ചു ചോദിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇത് നോക്കിയാലൊക്കെ അവൻ്റെ ഹെൽത്ത് റിപ്പോർട്ട് സ്കൂളിൽ നിന്ന് വന്നതാ. അവൻ്റെ നമ്മൾ ഡിന്നറിന് വെച്ച നമ്മുടെ ചിക്കൻ റോസ്റ്റ് വെള്ളമൊക്കെ വറ്റിയതാ. റോസ്റ്റായിട്ട് തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും ഡിന്നർ കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. ഇത് അങ്കിത്തിൻ്റെ റബ്ബറാട്ടോ, മായ്ക്കുന്ന ഇറേസർ. കാണാൻ നല്ല രസമില്ലേ? നമ്മുടെ നീൽ ആംസ്ട്രോങ് ഉണ്ടല്ലോ, മൂണിലൊക്കെ പോയേ, അതുപോലെ തന്നെ ഇരിക്കുന്നു. കണ്ടിട്ടൊരു രസം തോന്നി ഇട്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.